ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി നൽകുന്നു, ഈ 6 ഹാബിറ്റ് നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങൾ ഒഴിവാക്കിയില്ലെങ്കിൽ യു വിൽ ബി എ റാറ്റ്. ഞാൻ ഇവിടെ നിങ്ങൾ യൂട്യൂബറിന് കൂടി ഞാൻ ഇവിടെ നിങ്ങളോട് പറയത്തില്ല 1, 2, 3, 4 കാര്യങ്ങൾ ചെയ്താൽ മതി, അങ്ങനല്ല. ഞാൻ നിങ്ങളോട് സ്പെസിഫൈ ചെയ്ത് എന്താണ് ഈ ബാഡ് ഹാബിറ്റ് നമ്മളെ വീക്ക് ആക്കുന്നത്, ഈ ബാഡ് ഹാബിറ്റിന് ഏത് ആൾട്ടർനേറ്റീവ് വഴിയാണ് നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെ കോറിലേഷൻ ആണ് ഇതിനകത്തുള്ളത് എന്ന് ഞാൻ സ്പെസിഫൈ ചെയ്ത് നിങ്ങളോട് പറഞ്ഞിരിക്കും. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട, ഇനി ഒരു ഫ്യൂച്ചറിൽ ഒരു ബിസിനസ് മോഡലിൽ നമ്മൾ തിങ്ക് ചെയ്യുകയാണെങ്കിലും ഇനി ഫ്യൂച്ചറിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഹാബിറ്റാണ് 6ാമത്തെ ഹാബിറ്റ്. സോ എന്താണ് ആ സീക്രട്ട്? ഞാൻ ഓർക്കുന്നുണ്ട് ബ്രോ, ഇതെനിക്ക് സംഭവിച്ചപ്പോൾ ഞാൻ 10ാം ക്ലാസ്സിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നൊരു ഓണ സമയമായിരുന്നു. എനിക്ക് നിങ്ങളോട് പറയണ ആഗ്രഹമാണ്, ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര സെൽഫ് ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്ന ഒരാളാണ്, ഡിസിപ്ലിൻഡ് ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ, ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. എല്ലാ പെൺകുട്ടികൾക്കും എന്നെയായിരുന്നു ഇഷ്ടം, ക്ലാസ്സിൽ ഞാൻ ഭയങ്കര ലീഡർ ആയിരുന്നു. ഇങ്ങനെയൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ബട്ട് അങ്ങനെയൊന്നും അല്ലായിരുന്നു. ജസ്റ്റ് ഒരു നോർമൽ ഹബ്ബി കിഡായിരുന്നു. സത്യം നിങ്ങളോട് പറയുകയാണെങ്കിൽ എനിക്ക് സെൽഫ് ഇമ്പ്രൂവ്മെന്റ് എന്താണെന്ന് അറിയത്തില്ല, ഡിസിപ്ലിൻ എന്താണെന്ന് അറിയത്തില്ല, ഹാർഡ് വർക്ക് എന്താണെന്ന് അറിയത്തില്ല, എന്തൊരു എയിം വേണം, ഇങ്ങനെയുള്ള ഒരു കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ഓണ എക്സാം ടൈം വന്നു. അത് കെമിസ്ട്രി ആണ് സബ്ജക്ട്. എനിക്കാണെങ്കിൽ കെമിസ്ട്രി ഒരു വക അറിയത്തില്ല. കെമിസ്ട്രി എക്സാമിന്റെ പിറ്റേന്ന് ഞാൻ പഠിക്കുന്ന പോലെ അഭിനയിക്കും, അമ്മയായാലും അച്ഛനോ എല്ലാം കാണുമെന്ന് വെച്ചാൽ പഠിക്കുന്ന പോലെ അഭിനയിക്കും. ബട്ട് എന്റെ ഫോൺ കാണും. എനിക്ക് അന്നേ ബുദ്ധി ഉണ്ടായിരുന്നു. സോ ഞാൻ ഫോൺ ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കും. ഇതായിരുന്നു ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, ആ സമയത്തൊക്കെ എക്സാമിൽ ഞാൻ എങ്ങനെ ജയിക്കുന്നതെന്ന് അറിയാം. അടുത്തൊരു കൂട്ടുകാരനുണ്ട്, അവൻ എനിക്ക് കാണിച്ചിട്ട് അവനെ പ്രതീക്ഷിച്ചാണ് ഞാൻ പോകുന്നത്. ഞാൻ എക്സാമുകളിലോട്ട് ഇങ്ങനെ പെതുക്കെ നടക്കുക. ഞാൻ ക്ലാസ്സിനകത്ത് കയറി, അവൻ ഇങ്ങറ്റ തിരിച്ചിരിക്കുന്നു, ഞാൻ ഇരിക്കേണ്ട സ്ഥലത്ത് വേറൊരാൾ ഇരിക്കുന്നു, എനിക്ക് വേറെ ഇപ്പുറത്തെ സ്ഥലം ഇട്ടേക്കുന്നത്. ഇമാജിൻ ചെയ്ത് നോക്കി ബ്രോ ആ ഒരു അവസ്ഥ. നിങ്ങൾ ഒരു വഹ പഠിച്ചിട്ടില്ല, നിങ്ങൾ കോപ്പി പോലും എടുത്തിട്ടില്ല, ഇവനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾ വന്നേക്കുന്നത്. ആ അവസ്ഥ നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കി. ഏറ്റവും ഇതിനകത്ത് വിറ്റെന്തെന്നറിയോ, ഞാൻ ഇരിക്കുന്ന സൈഡിന്റെ ഇപ്പുറത്ത് ഒരു ഭൂലോക പുസ്തകത്തിന് ഇവൻ മറ്റേ നമ്മൾ സിനിമയിലൊക്കെ കാണത്തില്ല, അതിന്റെ കൂട്ടം എഴുതു മിസ്സ പേപ്പർ, എഴുതു മിസ്സ പേപ്പർ. ഞാൻ ഇപ്പുറത്തിരിക്കുവോ, ഞാൻ ഇവനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു, ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുക. എനിക്ക് ഈ കെമിസ്ട്രിയിലെ ഈ സാമാനം കണ്ടിട്ട് എനിക്ക് ഒരു ഉപഹം മനസ്സിലാവുന്ന പോലും ഇല്ല. ബട്ട് ആ നിമിഷം ഞാൻ ഏറ്റവും കൂടുതൽ ആലോചിച്ചൊരു കാര്യമാണ്, നമുക്കൊരു കാര്യം വേണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ലൈഫിൽ നമുക്കൊരു കാര്യം അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിന്നാൽ വി വിൽ ഗെറ്റ് ഫക്ഡ്. അത് സത്യമാണ്. വി വിൽ ഗെറ്റ് ഫക്ഡ്. നിങ്ങളിപ്പോ സ്കൂളിൽ പഠിക്കുന്ന ഒരാളായാലും, നിങ്ങളിപ്പോ കോളേജിൽ പഠിക്കുന്ന ഒരാളായാലും, നിങ്ങളിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായാലും, നിങ്ങളുടെ ഏജ് ഏതായാലും, നിങ്ങളുടെ ഫീൽഡ് ഏതായാലും, നിങ്ങൾക്ക് എന്താണ് ലൈഫിൽ വേണ്ടത് ഏതായാലും ഐ ഡോണ്ട് കെയർ. എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പറയുന്ന 6 ഹാബിറ്റ്, നിങ്ങൾ ആരാണെങ്കിലും നിങ്ങൾ ഏതാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കിയിരിക്കണം. ഞാൻ വീട്ടിൽ ആ ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, ആ സമയത്ത് ജസ്റ്റ് 1-2 മണിക്കൂർ കെമിസ്ട്രി എക്സാമിന്റെ ഏതെങ്കിലും ഒരു ചാപ്റ്ററോ ഏതെങ്കിലും ഒരു പോയിന്റ്സോ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിയായിരുന്നു എനിക്ക് ആ എക്സാം ഒറ്റയ്ക്ക് എനിക്ക് ജയിക്കാൻ പറ്റുമായിരുന്നു. ആരുടെയും ഇപ്പൊ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ഏതൊരു സിറ്റുവേഷൻ വന്നാലും എനിക്ക് തന്നെത്താൻ എന്റെ ബ്രെയിൻ ഉപയോഗിച്ച് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നു. ബട്ട് എനിക്കത് പറ്റില്ല. എന്തുകൊണ്ട്? എനിക്ക് വർക്ക് ചെയ്യേണ്ട ടൈമിൽ ഞാൻ വർക്ക് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് ആദ്യം പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഇത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഞാൻ ഇവിടെ എഴുതാൻ പോകുന്ന ഏത് പോയിന്റ് നിങ്ങൾ ചെയ്തില്ലെങ്കിലും ഈ പോയിന്റ് നിങ്ങൾ ചെയ്തിരിക്കണം. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ടൈം കില്ലിംഗ്. എന്താണ് ടൈം കില്ലിംഗ്? ടൈം കില്ലിംഗ് എന്ന് വെച്ചാൽ എന്താണ് ബ്രോ? നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ടൈം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ടൈം ഏതു കാര്യത്തിനാണ് ഉപയോഗിക്കുന്നത്? നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ടൈം എത്രമാത്രമാണ് ഉപയോഗിക്കുന്നത്? ഞാൻ പറയുന്നു, മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും അവർ ഈ അഡിക്ഷനകത്ത് പെട്ടിരുന്ന് ഈ ന്യൂസ്, പിന്നെ അതുപോലെ തന്നെ ഗെയിം, അതുപോലെ തന്നെ പൊട്ട ആനിമെ സീരീസ്, അതുപോലെ തന്നെ അല്ലാത്തുള്ള സീരീസ്, യൂട്യൂബിൽ നടക്കുന്ന ലൈവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങളുടെ ടൈം വെറുതെ നിങ്ങൾ ജസ്റ്റ് ടൈം കില്ല് ചെയ്ത് കളയുകയാണ്. ജസ്റ്റ് കില്ല് ചെയ്ത് നശിപ്പിച്ച് കളയുകയാണ്. ബ്രോ നിങ്ങൾക്കറിയത്തില്ല എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണ് ടൈമിനുള്ളതെന്ന്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി നൽകുന്നു, ഇത് നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ, ഈ ടൈം കില്ലിംഗ് നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ നിങ്ങളെ വീക്ക് മെൻ എന്നൊരു കാറ്റഗറി, വീക്ക് മെൻ ആൻഡ് റാറ്റ്, ജസ്റ്റ് എ റാറ്റ് എന്നൊരു കാറ്റഗറിയിലേക്ക് നിങ്ങൾ ആയിപ്പോകും. ഐ എം ടെല്ലിങ് യു. കാരണം ഇത് അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു കാര്യത്തിനാണ് പലവരുടെയും ലൈഫ് നശിപ്പിച്ച് കളയുന്നതും പലരും നിങ്ങൾക്കൊരിക്കലും എത്താൻ ആഗ്രഹിക്കാത്ത
ജസ്റ്റ് റാറ്റ് ഹോൾ. ആർക്കെങ്കിലും വേണമെങ്കിൽ ഒരു ലോണും എടുത്ത് ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്നതുകൊണ്ട് തന്നെ ഒരു 10, 15, 20 വർഷം ജീവിച്ച് നിങ്ങളുടെ ലൈഫ് കളയുന്നത് ഈ ടൈം കില്ലിംഗ് ഹാബിറ്റ്. ഈ ടൈം കില്ലിംഗ് ഹാബിറ്റ്, ഈ അഡിക്ഷനും ഈ സോഷ്യൽ മീഡിയയും ഈ ഫോണും ഈ ന്യൂസും ഈ ഗെയിമും എല്ലാം കാരണം നിങ്ങളെ ടൈം കില്ല് ചെയ്ത് കളയുകയാണ്. സോ ഇത് നിങ്ങൾ നിർത്തിയിരിക്കണം. എങ്ങനെ ഇത് നിങ്ങൾ നിർത്തും? ഇതിന്റെ എല്ലാം ലിമിറ്റ് നിങ്ങൾ കുറച്ചിട്ട് ഗുഡ് ഹാബിറ്റ്, മെഡിറ്റേഷൻ, ഡിസിപ്ലിൻ, ഹാർഡ് വർക്ക്, ഹാബിറ്റ് ട്രാക്കർ, ഡീപ് വർക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ടൈം നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ, ഈ ബാക്കിയുള്ള ഏത് പോയിന്റ് ഞാൻ ഇവിടെ എഴുതിയാലും ഈ പോയിന്റ് നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ ഒരു ബെനിഫിറ്റും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കോറിലേറ്റഡ് ആണ് ബ്രോ. യു നീഡ് ടു ടേക്ക് ആക്ഷൻ ഓൺ ദിസ്. ഇനി മുതലെങ്കിലും നിങ്ങളുടെ ടൈം നിങ്ങൾ സേവ് ചെയ്തിരിക്കണം. നമുക്കൊരിക്കലും റാറ്റായിട്ടല്ല ആവേണ്ടത്. നമുക്കൊരിക്കലും നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂട്ടോ നിങ്ങളുടെ ഫാമിലിയുടെ കൂട്ടോ ഒരു നോർമൽ റാറ്റ് ഹോളിൽ ജീവിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ കൂട്ട് ഒരു ലോൺ അടച്ചടച്ചടച്ച് ജീവിതം കളയുന്ന ഒരു ലൈഫാണ് നിങ്ങൾക്ക് വേണ്ടത്. ജെനുവിൻലി അങ്ങനെ ഒരു ലൈഫാണ് നിങ്ങൾക്ക് വേണ്ടത്. ഐ ഡോണ്ട് തിങ്ക് സോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഓവർ ഈറ്റിംഗ്. ഓവർ ഈറ്റിംഗ് എങ്ങനെ ഇതിനകത്തൊരു പ്രോബ്ലം ആകുന്നത് ബ്രോ? ഓവർ ഈറ്റിംഗ് ഈസ് ദ നമ്പർ 2. ഞാൻ ഇത് എഴുതിയത് ചുമ്മാതല്ല എഴുതിയത്. ഇത് ഓരോ കാര്യത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും കോറിലേഷൻ ഉണ്ട്. ഓക്കെ, ഈ 6 ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ബാഡ് ആയിട്ടും നിങ്ങളുടെ ലൈഫിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഹാബിറ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എഴുതിയത് ഓവർ ഈറ്റിംഗ്. എന്താണ് ഓവർ ഈറ്റിംഗ്? ഓവർ ഈറ്റിംഗ് ഒന്നുമില്ല, ബോഡി പോസിറ്റിവിറ്റി. അതെല്ലാം അങ്ങോട്ട് മാറ്റി വെക്കും. ഇപ്പൊ പറയുന്ന കേൾക്കും ബ്രോ. ഓവർ ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ ഇപ്പോൾ കഴിക്കുന്ന ഫുഡ് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയെ ഇൻക്രീസ് ചെയ്യുകയാണോ ചെയ്യുന്നത്, അതോ നിങ്ങളെ ലേസി ആക്കുകയാണോ ചെയ്യുന്നത്? ജെനുവിൻ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഇപ്പോൾ കഴിക്കുന്ന കാർബ്സ് ആയിട്ടുള്ള ഫുഡാണ്, ഷുഗർ ആയിട്ടുള്ള ഫുഡാണ്, ജ്യൂസ് ആണ് കുടിക്കുന്നത്, കൊക്കക്കോളയാണ് കഴിക്കുന്നത്. സോ ഇതുപോലുള്ള ഫുഡ്സ് നിങ്ങളെ പ്രൊഡക്ടിവിറ്റി ഡിക്രീസ് ചെയ്യുക, നിങ്ങളെ ലേസി ആക്കുക, നിങ്ങളുടെ മൈൻഡ് ഫോഗ്, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ഇങ്ങനെ ബ്ലറാന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ പോകുന്നത്? അതോ നിങ്ങളെ പ്രൊഡക്റ്റീവ് ആയൊരു ഹങ്കർ നൽകി ടെസ്റ്റോസ്റ്ററോൺ ഡെവലപ്പ് ചെയ്ത് അഡ്രിനൽ റഷ് ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണോ നിങ്ങൾ കഴിക്കുന്ന ഫുഡ് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത്? ഉറപ്പായിട്ടും ഇപ്പോൾ നമ്മളെല്ലാം കഴിക്കുന്ന ഫുഡ്, ഈ ഡബിൾ ഇൻഡസ്ട്രി നമുക്കെല്ലാം തരുന്ന ഫുഡ് ഷുഗറി ആയിട്ടുള്ള ഫുഡാണ്. സോ ദിസ് ഈസ് ദ നമ്പർ 2. നിങ്ങൾ ഷുഗറി ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കണം. എന്തുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ചാൽ, ഇത് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഈ സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങൾ എത്തിപ്പോകുന്നത് ലേസി. നിങ്ങൾ ജസ്റ്റ് ഒരു ലേസി പേഴ്സൺ ആയി മാറും. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ഹോണസ്റ്റ് ആയിട്ട് സത്യസന്ധമായിട്ട് ഞാൻ പറയുന്നു, ഏറ്റവും കൂടുതൽ ഞാൻ ഇപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാം? നിങ്ങൾക്കറിയണം, ഈ ഷുഗറിനെ അവോയ്ഡ് ചെയ്യുക എന്ന കാര്യത്തിലാണ്. കാരണം അത്രമാത്രം അഡിക്ഷൻ ആണ് നമുക്കുള്ളത്. നമ്മൾ സത്യത്തിൽ അറിയുന്നില്ല ഇത്രമാത്രം അഡിക്ഷൻ ആണുള്ളത്. ബ്രോ, നിങ്ങൾ ഒരാള് ഏതൊക്കെ വീഡിയോസ് ആണ് യൂട്യൂബിൽ കാണുന്നത് എന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം നിങ്ങൾ എപ്പോഴും ഈ ബ്ലോഗിങ് വീഡിയോസ്, ഈ ഫുഡ് കഴിക്കുന്ന വീഡിയോസ്, ഇങ്ങനെ ഫുഡിന്റെ തന്നെ ബ്ലോഗിങ് വീഡിയോസ്, അവിടുന്ന് ഇവിടുന്ന് മന്തി ഷവർമയൊക്കെ കഴിക്കുന്നതാണ് നിങ്ങളുടെ മൈൻഡിലേക്ക് ഇൻജക്ട് ചെയ്യുന്നെങ്കിൽ ബ്രോ, നിങ്ങൾ സബ് കോൺഷ്യസ്ലി ബ്രെയിൻ വാഷ്ഡ് ആയിട്ട് നിങ്ങൾ അതുപോലുള്ള ഫുഡും നിങ്ങൾ വീട്ടിലിരിക്കുന്ന കാപ്സും ഷുഗറി ആയിട്ടുള്ള ഫുഡും കഴിച്ച് നിങ്ങൾ ലേസി ആയി പോവും. നിങ്ങൾക്ക് വണ്ണം വെക്കും, നിങ്ങൾക്ക് ബാക്ക് ബൂബ്സ് ഉണ്ടാവും. ഇറ്റ്സ് എ ഡേഞ്ചറസ് തിങ്. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, ഞാൻ അത്യാവശ്യം ഇച്ചിരി വണ്ണമുള്ള ഒരാളായിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ ഒരു നല്ല ബോഡിയിൽ നിൽക്കുകയാണെങ്കിൽ കീപ് ഇറ്റ് ആസ് ദാറ്റ് വേ. അല്ലെങ്കിൽ ഗെറ്റ് ഇൻ എ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് വി ക്യാൻ ഡു ഇറ്റ് ടുഗദർ. സോ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ലേസി ഞാൻ ഇവിടെ എഴുതാൻ പ്രത്യേക കാരണമുണ്ട്. നമ്മൾ ഈ ടൈം കില്ലിങ്ങും ഈ ഓവർ ഈറ്റിങ്ങും കോറിലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ലേസിനെസ് ഉണ്ടാക്കുന്നത്. അങ്ങനെ വെച്ചാൽ എന്തോ ബ്രോ, ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന സ്പീഡിന്റെ ലൈവും ഇതുപോലുള്ള പൊട്ടന്മാരുടെയും ക്രാബ്സിന്റെ ഒക്കെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നു, ആനിമെ കണ്ടുകൊണ്ടിരിക്കുന്നു, ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൊടുക്കുന്നു, രാത്രി 12 മണിക്ക് ഉറങ്ങുന്നു. സോ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ എന്താണ്? ഇതെല്ലാം ടൈം കില്ലിംഗ് ആണ്, അതല്ലേ ഞാൻ പറഞ്ഞത്. അതിന്റെ കൂടെ നിങ്ങൾ കഴിക്കുന്ന ഫുഡ് നിങ്ങൾക്ക് ഒരു അഡ്രിനൽ റഷ് ഇല്ല, നിങ്ങൾക്ക് ഒരു ടെസ്റ്റോസ്റ്ററോൺ തരുന്നില്ല, നിങ്ങൾക്ക് ഒരു അർജൻസി ഇല്ല, ഒരു ഹങ്കർ ഇല്ല, എപ്പോഴും ഫുഡ് കഴിച്ചോണ്ടിരിക്കും. അത് ഷുഗറി ഫുഡ് ബ്രോ. ഷുഗറി ഫുഡ് കഴിക്കുമ്പോൾ ഇൻസുലിൻ പീക്ക് ആവും, നമ്മൾ ലേസി ആവും. അപ്പൊ എന്താ പറ്റുന്നത്? സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ 2 കാര്യങ്ങൾ കോറിലേറ്റഡ് ആണ് ബ്രോ. നിങ്ങൾക്കൊരു വീക്ക് മെൻ ഒരു റാറ്റ് ആവാൻ താല്പര്യമില്ലെങ്കിൽ ഐ എം ടെല്ലിങ് യു, ഈ 2 ഹാബിറ്റും നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങൾ മാറ്റിയിരിക്കണം.
ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, നമുക്കൊരിക്കലും ഒരു റാറ്റ് ആവാനുള്ള ആഗ്രഹം, നമുക്കൊരിക്കലും ആ ലൈഫല്ല വേണ്ടത്. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂട്ട് ആരും റെസ്പെക്ട് ചെയ്യാത്ത, ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു ലൈഫാണ് നിങ്ങൾക്ക് വേണ്ടത്. തിങ്ക് അബൌട്ട്. ഈ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലുക്ക്, ബോഡി, ഹൈജീൻ. ഓക്കെ, എന്തുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ എന്തുകൊണ്ട് ആസ് എ മാൻ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നു? ഇപ്പൊ ഉള്ള എല്ലാ പിള്ളേരുടെ ഒരു കുഴപ്പം എന്താ പറയുക, എസ്പെഷ്യലി മെന്റെ, എനിക്ക് പെണ്ണുങ്ങളൊന്നും വേണ്ട, ഞാൻ സിംഗിൾ ആണ്, ഞാൻ സിഗ്മോമിയിലാണ് എന്ന് പറഞ്ഞ ജസ്റ്റ് ക്രാപ്പും പൊട്ടത്തരവും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. വെറും പൊട്ടത്തരം. എനിക്ക് പെൺകുട്ടികൾ വേണ്ട, പെൺകുട്ടികളെല്ലാം ചീറ്റിംഗ് ആണ്, അതാണ് ഇതാണ്, ഇങ്ങനെയാണ് എല്ലാരും ഇരിക്കുന്നത്, എല്ലാരും. അതുകൊണ്ട് അവർ അവരുടെ ലുക്ക് നോക്കുന്നില്ല, അവരുടെ ഹൈറ്റ് നോക്കുന്നില്ല. എന്റെ ബോഡി എങ്ങനെയാണോ ഇരിക്കുന്നത് അങ്ങനെ തന്നെ എനിക്ക് ഇഷ്ടം. ദൂരമുള്ള ക്രാപ്പ്, ജസ്റ്റ് ഫീമെയിൽ ആയി മാറിക്കൊണ്ടിരിക്കുക എല്ലാരും. എല്ലാ മെന്നും ഫീമെയിൽ ആയി മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഇഫ് യു ഡോണ്ട് വാണ്ട് എ വീക്ക് മെൻ, നിങ്ങൾക്ക് ആവണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സെക്സിനെ അട്രാക്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയുന്നു, യു നീഡ് ടു ഫോക്കസ് ഇൻ ദീസ് 3 തിങ്. ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു, ഞാൻ ഈ 6 പോയിന്റ് എഴുതുന്നത് അതിന്റെ ക്രോണോളജിക്കൽ ആ ഓർഡറിൽ തന്നെയാണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞങ്ങളോട് പറയുന്നത്, വി നീഡ് ടു ബിൽഡ് ദിസ് തിങ്. ഓക്കെ, നിങ്ങളുടെ ലുക്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കണം, നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കണം, നിങ്ങളുടെ ഹൈജീനിൽ, നിങ്ങളുടെ സ്മെൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 3 കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കണം. ആ ഹാബിറ്റ് നിങ്ങൾ ബിൽഡ് ചെയ്തെടുത്തിരിക്കണം. നമുക്ക് ഒരു കാര്യവും ലൈഫിൽ ഈസി ആയിട്ട് കിട്ടത്തില്ല. ഒരു കാര്യവും ഈസി ആയിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, യു നീഡ് ടു ബിൽഡ് ദിസ് 3 തിങ്. ആദ്യം തന്നെ ആ സിഗ്മ മെയിലിനോട് അങ്ങ് മാറിയിക്കാൻ പറഞ്ഞിട്ട് റിയൽ ആയിട്ട് വാ, റിയൽ ലൈഫിലേക്ക് വാ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ആസ് എ മെൻ, നിങ്ങളുടെ റിലീജിയൻ, നിങ്ങളുടെ കാസ്റ്റ്, നിങ്ങളുടെ വീട്ടുകാർ, നിങ്ങളുടെ ജാതി എല്ലാം നിങ്ങൾ മാറ്റി വെച്ചോ. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുന്നു, ആസ് എ മെൻ, ഈ ഭൂമിയിൽ നിങ്ങൾ ജനിച്ചതിന്റെ പർപ്പസ് എന്താണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഈ ഭൂമിയിൽ നിങ്ങൾ ഇപ്പോൾ ജനിച്ചതിന്റെ പർപ്പസ് എന്താണ്? അത് റീപ്രൊഡക്ഷൻ ആണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള മെൻസ് എല്ലാം പറയുന്നത്, ഇപ്പൊ എല്ലാം വീക്ക് ഫെമിനിൻ ആയിട്ടുള്ള മെൻ എല്ലാം പറയുന്നത്, എനിക്ക് ഗേളിനെ വേണ്ട, എനിക്ക് ആരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് കിടക്കാനാണ് ഇഷ്ടം, അവൾക്ക് ഇങ്ങോട്ട് വരും ഉണ്ട. ബ്രോ, ആ കൺസെപ്റ്റ് എടുത്ത് മാറ്റ, അത് പൊട്ടത്തരമാണ്. നിങ്ങളോട് അങ്ങനെ ആരെങ്കിലും പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ, ഒന്നാമത് അവനൊരു ഫെമിനിൻ വീക്ക് ആയിട്ടുള്ള മെന്നാണ്, അവന്റെ ഒരു മെന്റാലിറ്റി ഇല്ല, എന്താ ലൈഫിൽ ചെയ്യേണ്ടതെന്നൊരു ഡയറക്ഷൻ ഇല്ലാത്തവനെ അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരത്തുള്ളൂ. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഫുൾ 90% ഇവളുമാരുടെ പുറകെ ഫോക്കസ് ചെയ്ത് പോകണമെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്, അങ്ങനെ തിങ്ക് ചെയ്യരുത്. ഞാൻ പറഞ്ഞ എന്താണ്, ഇവിടാണ് ഇമ്പോർട്ടന്റ്. നിങ്ങളുടെ ലുക്ക്, നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ ഹൈജീൻ. അവൾമാരുടെ എല്ലാം നിങ്ങൾ എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? നിങ്ങളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഡു യു അണ്ടർസ്റ്റാൻഡ്? അങ്ങനെ ചെയ്യാവൂ, റൈറ്റ്? യു ആർ എ ഗാർഡൻ, ദ ബട്ടർഫ്ലൈ വിൽ കം ആൻഡ് സിറ്റ് ഹിയർ. അവ ബട്ടർഫ്ലൈ ഇവിടെ വന്നിരുന്നിട്ട് നിങ്ങളുടെ ഗാർഡനിൽ നിന്ന് പൂ പിടിച്ചിട്ട് എന്റെ കൂട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡൻ ഒക്കെ നടത്തുന്നവരുണ്ട്. സോ ഞങ്ങളുടെ അടുത്തോട്ട് വരാതിരിക്കാൻ ശ്രമിക്കണം. ചിലപ്പോൾ ബട്ടർഫ്ലൈ വരും, പൂ പിടിച്ചിട്ട് പോകും. ചില ബട്ടർഫ്ലൈ അവിടെ തന്നെ നിൽക്കും. അതൊക്കെ നിങ്ങളുടെയും കഴിവാണ്. സോ എനിവേ, നിങ്ങൾ ഈ 3 കാര്യത്തിൽ ഫോക്കസ് ചെയ്തിരിക്കണം ബ്രദർ. അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കി. ഞാൻ ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് എസ്പെഷ്യലി വെൽ ആയിട്ടാണ്. കാരണം എനിക്ക് തന്നെ എന്നോട് പ്രൗഡ് തോന്നുന്നു. നോക്കൂ, ടൈം കില്ലിംഗ്. ഈ ടൈം നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഈ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ടൈം കളയുന്നില്ല, നിങ്ങളുടെ പൊട്ടന്മാരുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നില്ല, ആനിമെ കണ്ടുകൊണ്ടിരിക്കുന്നില്ല, വല്ല ആക്ടറുടെയും മൂവി കണ്ടുകൊണ്ടിരിക്കുന്നില്ല. നിങ്ങളുടെ ലൈഫിന് വേണ്ടി ഫോക്കസ് ചെയ്ത് ഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നു, റൈറ്റ്? സോ നിങ്ങൾ ടൈം സേവ് ചെയ്യുന്നു, നിങ്ങൾ ഓവർ ഈറ്റിംഗ് കുറയ്ക്കുന്നു. സോ ബ്രോ, ഓവർ ഈറ്റിംഗ് നിങ്ങൾ കുറയ്ക്കുമ്പോഴത്തേക്ക് തന്നെ നിങ്ങളുടെ ബോഡി ബിൽഡ് ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്, റൈറ്റ്? സോ നിങ്ങൾ ഒരുവിധം വെയിറ്റ് കുറയ്ക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഈ സൈഡിലത്തെ വണ്ണമൊക്കെ കുറഞ്ഞ് നിങ്ങൾ ചബ്ബിനെസ് മാറും നിങ്ങൾ. സോ നിങ്ങളുടെ ലുക്ക് ഇംപ്രൂവ് ചെയ്യും. നിങ്ങളുടെ ഹൈജീൻ ഇവിടെ മാത്രം നിങ്ങൾ നോക്കിയാൽ കോറിലേറ്റിംഗ് അല്ലേ? കോറിലേറ്റിംഗ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാനിപ്പോ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ നടത്താനാണ്. ഞാൻ ഷുഗറിനകത്താണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത്. റിയൽ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ ഇവിടെ ജസ്റ്റ് ഗിമിക്ക് അടിക്കുകയല്ല. ഐ എം ടെല്ലിങ് യു ബ്രദർ, യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, എവിടൊക്കെയാണ് നിങ്ങൾ കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ആൻഡ് ബാഡ് ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ എപ്പോഴും ഫുഡിന്റെ ബ്ലോഗാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഫുഡ് കഴിക്കും, അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കും, സബ് കോൺഷ്യസ്ലി നിങ്ങൾ കഴിക്കും. ഡോണ്ട് ആർഗ്യൂ വിത്ത് മീ ദാറ്റ്. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. 4ാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം?
2 3 3 ലുക്കല്ലേ ലുക്ക്. ബ്രോ നാലാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്, എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ നിങ്ങളെ ക്യാച്ച് ചെയ്യാൻ പറ്റും ഇതിനകത്ത്. പ്രൊക്കാസ്റ്റിനേഷൻ. നിങ്ങൾ ഇന്ന് മെഡിറ്റേഷൻ ചെയ്തോ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ്? നിങ്ങൾ ഇന്ന് വർക്കൗട്ട് ചെയ്തോ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ്? നിങ്ങൾ നിങ്ങളുടെ ഹാബിറ്റ് ട്രാക്കർ എത്രണ്ണം ടിക്ക് ചെയ്തു ഈ വീഡിയോ കാണുന്നതിന് മുമ്പ്? നിങ്ങൾ ഇന്ന് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം പറ. നിങ്ങളുടെ ഗോൾ ഇന്ന് സെറ്റ് ചെയ്ത് വെച്ചോ. നിങ്ങളുടെ ഗോൾ എന്തുവാന്ന് നിങ്ങൾക്ക് ഇന്ന് അറിയാമോ? നിങ്ങൾക്ക് ഇന്ന് ചെയ്യേണ്ട ടാസ്ക് എന്തോന്ന് അറിയാമോ? ഇതൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല. ഇതൊന്നും നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ യു ആർ ഡൂയിങ് എ പ്രൊക്കാസ്റ്റിനേഷൻ. ഐ എം ടെല്ലിങ് യു. നമ്മുടെ ഇസർ ഗ്രൂപ്പ് അങ്ങനെയല്ല പോകുന്നത്. വി ഓൺലി ഫോക്കസ് ഓൺ ആക്ഷനബിൾ സ്റ്റെപ്പ്. ഓക്കെ, നിങ്ങൾക്ക് ഫെയിൽ ആവും, നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ മിസ്റ്റേക്ക് ആയി പോകും. ഓക്കെ, അതെല്ലാം വരും, ഇതെല്ലാം അതിന്റെ പാർട്ടാണ്. ബട്ട് നിങ്ങൾ നെവർ ഗീവ് അപ്പ് ആൻഡ് കീപ് ഗോയിങ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ മോട്ടിവേഷനോ കോപ്പോ തേങ്ങയോ ഒന്നും അല്ല നിങ്ങളോട് പറയുന്നത്, ലോജിക്കലായിട്ടും ട്രൂത്ത് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സ്റ്റോപ്പ് പ്രൊക്കാസ്റ്റിനേഷൻ. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ആക്ഷൻ എടുത്തിരിക്കണം. ഈ ഹാബിറ്റിനെ എങ്ങനെ നിങ്ങൾക്ക്, എനിക്കല്ല, എങ്ങനെ നിങ്ങൾക്ക് എല്ലാവരോടും അല്ല ഞാൻ പറയുന്നത്, ഒരാളോടാണ് ഞാൻ പറയുന്നത്, നിന്നോടാണ് ഞാൻ പറയുന്നത്. നിനക്ക് എങ്ങനെ മാറ്റാൻ പറ്റും എന്ന് നീ അറിഞ്ഞിരിക്കണം. വളരെ ഇമ്പോർട്ടന്റ്, വളരെ. സോ ബ്രോ, കിൽ ദ പ്രൊക്കാസ്റ്റിനേഷൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ പ്രൊക്കാസ്റ്റിനേഷൻ നിർത്തുക എന്ന്. ബ്രോ എനിക്കറിയാം ബ്രോ, പക്ഷെ നിങ്ങളൊരു കാര്യം ചിന്തിക്കേണ്ടത്, ഇതിന് രണ്ട് സൈഡ് ഉണ്ട്. നിങ്ങൾ പ്രൊക്കാസ്റ്റിനേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായുള്ള ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ലക്ഷറി ആയിട്ടൊരു ലൈഫ് വേണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഫുഡും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു മൊബൈലും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സും മേടിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾക്ക് റിട്ടയർ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. സോ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ട്, റൈറ്റ്? ബട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? നിങ്ങൾ ആക്ഷൻ എടുക്കുന്നില്ല. അതെന്തുകൊണ്ട്? നിങ്ങൾ ഓവർ ഈറ്റിംഗ്, ഫുഡ് കഴിക്കുന്നു, നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യുന്നു, ലേസിനെസ്. Imagine this all 6 thing is correlated. ഞാൻ വെറുതെ പറഞ്ഞതല്ല അത്. It is correlated. Do you understand? I am a G. അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഇതെനിക്ക് നിങ്ങളോട് പറയാൻ ചെറിയൊരു വിഷമമുണ്ട്. കാരണം ഞാൻ എൻ്റെ ലൈഫിന്റെ പകുതിയോളം ഞാൻ ഇതിനെക്കുറിച്ച് വലിയ ഫോക്കസ്ഡ് ആവാതിരുന്നത് ഭയങ്കര ഒരു മണ്ടത്തരമാണെന്ന് എനിക്ക് തോന്നുന്നു. ദാറ്റ് ഈസ് മേക്കിംഗ് നോ മണി. ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ തൊട്ട്, നിങ്ങൾ 16 വയസ്സാണ്, 17 വയസ്സാണ്, 20 വയസ്സാണ്, 34 വയസ്സാണ്, 40 വയസ്സാണ്, ഐ ഡോണ്ട് കെയർ. യു നീഡ് ടു മേക്ക് മണി. ബ്രോ, ദിസ് എ റിയൽ ഹാർഡ് ട്രൂത്ത്. ഓ വേണ്ട, എനിക്ക് സ്പിരിച്വൽ ആയ മതി, ക്രാപ്പ് പറയരുത്. സ്പിരിച്വലും മണിയും തമ്മിൽ രണ്ട് സൈഡാണ്, ഒരു കോയിന്റെ രണ്ട് സൈഡാണ്. ഓക്കെ, ഇഫ് യു വാണ്ട് ടു ലീവ് എ ഗുഡ് ലൈഫ് യു നീഡ് മണി. അല്ലാതെ പറഞ്ഞു എനിക്ക് എന്റെ പാഷനെ ഫോളോ ചെയ്യണം, അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ബി ഹാപ്പി, ഒരു വാക്കുണ്ടല്ലോ, ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ ബീങ് പുവർ. അത്രേ ഉള്ളൂ ബ്രോ. അതാണ് റിയാലിറ്റി. നിങ്ങളെ സേവ് ചെയ്യാൻ ആരും വരാൻ പോകുന്നില്ല. ആ ഒരു കൺസെപ്റ്റ് നിങ്ങളെ തലയിൽ എടുത്ത് കളയും. നിങ്ങളെ സേവ് ചെയ്യാൻ ആരും വരാൻ പോകുന്നില്ല. നിങ്ങൾ ഈ കാണുന്ന ലൈവ് കാണുന്ന യൂട്യൂബറോ നിങ്ങളുടെ ഫ്രണ്ടോ ആരും നിങ്ങളെ സേവ് ചെയ്യാൻ വരാൻ പോകുന്നില്ല. അത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആദ്യം എടുത്തു കളഞ്ഞേക്കൂ. ഏത് സിറ്റുവേഷനിലാണെങ്കിലും, ഏതൊരു ഡിസ്ട്രാക്ഷനും, ഏതൊരു അപകടത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, യു നീഡ് ടു ഡു ഇറ്റ് ഫോർ യുവർ സെൽഫ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, യു നീഡ് ടു മേക്ക് മണി. ബ്രോ, ഞാൻ ഇവിടുന്ന് ചുമ്മാ പറയുമല്ല, എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഈവൻ കാറ്ററിങ്ങിന് പോയിട്ടുണ്ട്. ഓക്കെ, 12 മണിക്ക് നിങ്ങൾക്ക് പോവാം, നിങ്ങൾക്ക് എവിടെയെങ്കിലും പെട്രോൾ പമ്പിൽ പോയി നിൽക്കണമെന്ന് നിൽക്കാം. എന്താണ് നിങ്ങളുടെ റെസ്ട്രിക്ഷൻ? എന്താണ്? ഓ അയ്യോ വീട്ടുകാർ കാണും, അയ്യോ അച്ഛനൊക്കെ അറിയത്തില്ല, അമ്മയൊക്കെ. എന്താണ് നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ബ്രോ, ഏതൊരു ജോലി ആയാലും, ഏതൊരു ലീഗലായിട്ടുള്ള ജോലി ആയാലും, കഞ്ചാവ് വിൽക്കണമെന്നല്ല ഞാൻ പറയുന്നത്, ഏതൊരു ലീഗലായിട്ടുള്ള ജോലി ആയെങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട്. നിങ്ങൾ ഒരിക്കലും ജോലി അതിന്റെ സ്റ്റാറ്റസിനെ അങ്ങ് വിട്. തിങ്ക് അബൌട്ട് ദ മണി. അതിനെക്കുറിച്ച് ചിന്തിക്കും. സോ ഞാൻ കാറ്ററിങ്ങിന് പോയിട്ടുണ്ട്. എനിക്കതിന് ഹാപ്പിയാണ്. ഞാൻ അതിന്റെ ഒരു കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞിട്ടില്ല, കാരണം അത് പറയാൻ സമയമായിട്ടില്ലാത്തതുകൊണ്ടാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ്. സോ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, മേക്ക് മണി. ഫൈൻഡ് എ വേ ടു മേക്ക് മണി. ബ്രോ, ഇതിൽ കൂടുതൽ എനിക്ക് നിങ്ങളെ ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. അത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോയിന്റ് ആണ് ബ്രോ. നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിൽ nobody is going to give a fuck about you. That's a hard reality, especially in Kerala and our society. It's a hard truth.
സോ യു നീഡ് ടു മേക്ക് മണി. ഞാൻ പറയുന്നത് 1 കോടി രൂപ ഉണ്ടാക്കണം, 10 ലക്ഷം രൂപ ഉണ്ടാക്കണം, 10,000 രൂപ, നോ നോ നോ, ആ ക്രാപ്പ് എല്ലാം മാറ്റിക്കളാം ബ്രോ. നിങ്ങളുടെ ഫോൺ ഒന്ന് ചാർജ് ചെയ്യാൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സിനിമ കുഴപ്പമില്ല എന്നാലും പോകാൻ വേണ്ടി യു നീഡ് മണി, അതർവൈസ് യു ആർ ഗെറ്റിംഗ് കാരണം ഞാൻ ഇതാ പറഞ്ഞത്, ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സഫർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെ ഞാൻ ഫോക്കസ് ചെയ്തില്ല. എന്റെ മിസ്റ്റേക്ക് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, അല്ല ഞാൻ ഇവിടുന്ന് വലിയ ആളാന്ന് കാണിക്കുമല്ല. ഇതിനെ ഞാൻ ഫോക്കസ് ചെയ്തില്ല. യു നീഡ് ടു ഫോക്കസ് ഇറ്റ്, യു നീഡ് ടു ഫോക്കസ് ഇറ്റ്. ഞാൻ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്. ആൻഡ് ഐ വിൽ ഗെറ്റ് 100% ഫുൾ കോൺഫിഡൻസോടെ പറയാം, ഐ വിൽ ഗെറ്റ്. സോ ബ്രോ, നിങ്ങളിപ്പോ ചിന്തിക്കുന്നു, എന്റെ വീട്ടുകാർ വിടത്തില്ല, എനിക്കത് പോകാൻ ഇഷ്ടമല്ല, എനിക്ക് കാറ്ററിംഗിൽ പോകുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, എനിക്ക് ഞങ്ങളുടെ വീടിന്റെ അടുത്തില്ല. ഒരു 100,000 എക്സ്ക്യൂസസ് ഇപ്പൊ നിങ്ങൾക്ക് പറയാം, ഒരു 100,000 എക്സ്ക്യൂസസ് നിങ്ങൾക്ക് പറയാം. ആ എക്സ്ക്യൂസ് പറയുന്നവൻ ജസ്റ്റ് പ്രൊക്കാസിനേഷൻ ചെയ്യുവാണ്. ആ എക്സ്ക്യൂസ് പറയുന്നവന് ഇഷ്ടം പോലെ ഫുഡ് കിട്ടുന്നുണ്ട്, അവൻ ലേസി ആയിട്ടാണ് ഇരിക്കുന്നത്. ആ എക്സ്ക്യൂസ് പറയുന്നവൻ, അവന് നെറ്റ് ഉണ്ട്, ഫോൺ ഉണ്ട്, അപ്പൊ അവൻ ടി വി ലൈവും പുല്ലും ഒക്കെ കണ്ടോണ്ട്, കുളിസീനും ഒക്കെ കണ്ടോണ്ടിരിക്കുമായിരിക്കും. സോ യു വിൽ എൻഡ് അപ്പ് ആസ് എ rat. Find happiness in being poor. Bye. സോ അടുത്ത പോയിന്റ് 6. ഇത് നിങ്ങൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്ത പോയിന്റ് ഇതാണ് ബ്രോ. ഇതിനകത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ നിങ്ങൾക്ക് 10x സ്പീഡിൽ ചെയ്യണമെങ്കിൽ ഈ പോയിന്റ് ആണ്. കാരണം ഇതാണ് അടുത്ത ഫ്യൂച്ചർ, ഇതാണ് അടുത്ത ഇന്റർനെറ്റ്. ദാറ്റ് ഈസ് നെറ്റ്വർക്കിംഗ്. വൈഫൈയുടെ നെറ്റ്വർക്ക് അല്ല, നെറ്റ്വർക്കിംഗ്. എന്താണ് ബ്രോ നെറ്റ്വർക്കിംഗ്? നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ വേർഡിലെ നെറ്റ്വർക്കിംഗ്. ബ്രോ, സെയിം മൈൻഡഡ് ആയിട്ടുള്ള പീപ്പിൾ. നിങ്ങൾ യൂസർ ഗ്രൂപ്പ് നോക്കൂ, ഇതിനകത്ത് 1,00,000 പേരോ 2,00,000 പേരോ 3,00,000 പേരോ ഒന്നുമില്ല. ബട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ഓരോ ആൾക്കാരും, നമ്മുടെ വീഡിയോ കാണുന്ന ഓരോ സബ്സ്ക്രൈബേഴ്സും എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് പൊങ്ങി നിൽക്കുന്ന ആൾക്കാരാണ് ഈ സൊസൈറ്റിയിൽ നിന്ന്. ദാറ്റ് ഇസ് ജെന്യുവിൻ. നിങ്ങൾ കാര്യം ആലോചിച്ചു നോക്കൂ, ഈ തുള്ളുന്ന ഇങ്ങനെ ഇതിനകത്ത് ഇന്ന് ഡാൻസ് കളിക്കുന്ന, ലൈവിൽ കിടന്ന് ചീത്ത വിളിക്കുന്ന ഇവന്മാരുടെ ഒക്കെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ലോജിക്കും ഇല്ല. എങ്ങനെ തിങ്ക് ചെയ്യണമെന്ന് അറിയത്തെ, എങ്ങനെ ലൈഫ് കൊണ്ടുപോകണമെന്ന് അറിയത്തെ, ഇവന്മാരെ ഇങ്ങനെ ദൈവത്തിന്റെ കൂട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, അവന്മാരുടെ രീതി ചെയ്തോട്ടെ, എനിക്ക് ഇതിനകത്ത് ഒരു കുഴപ്പമില്ല. ഗോ ആൻഡ് വാച്ച് ദം ഇഫ് യു വാണ്ട്, ഐ ഡോണ്ട് കെയർ. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ സെയിം മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ചുറ്റും ഇരിക്കാൻ, സെയിം മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് തിങ്ക് ചെയ്യുന്നു, സെയിം മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യും, നിങ്ങൾക്കൊരു ഒരു ഗ്രൂപ്പായിട്ട് വരാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് ബ്രോ നെറ്റ്വർക്കിംഗ്. അതാണ് നെറ്റ്വർക്കിംഗ്. സോ ഇതിന്റെ ഒരു എക്സ്റ്റൻഡഡ് വെർഷൻ ഞാൻ ഫ്യൂച്ചറിൽ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഇപ്പോൾ ഉള്ളത് ഒരു ഫ്രീ ആയിട്ടുള്ള ടെലിഗ്രാം ഗ്രൂപ്പാണുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ജസ്റ്റ് ജോയിൻ ചെയ്തിട്ട് ഡെഡ് എൻറ്റിറ്റി ആയിട്ട് ഇരിക്കുന്നതിനേക്കാൾ നല്ലത് ജോയിൻ ചെയ്യേണ്ട എന്നായിരിക്കും എന്റെ അഭിപ്രായം. നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. ഞാൻ അതിനകത്ത് ഒരു പുഷും ഞാൻ ഈ കാര്യം ചെയ്യൂ ആ കാര്യം ചെയ്യുന്നു നിങ്ങളോട് പറയാൻ വരത്തില്ല. കാരണം അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ കയ്യിലാണ്. ഐ ഡോണ്ട് കെയർ. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറയുന്നു. ആൻഡ് നിങ്ങൾ ആ ഗ്രൂപ്പിൽ കയറിയിരിക്കുകയാണെങ്കിൽ, ഞാൻ കുറച്ചും കൂടെ ചെയ്യുമ്പോൾ ഗ്രൂപ്പിനകത്ത് ആൾ കൂടുകയാണെങ്കിൽ ഞാൻ അതിനകത്ത് ഡിസ്കോഡിലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പാണ്. ഓക്കെ, അങ്ങനെ എനിക്കൊരു പ്ലാൻ ഉണ്ട് ബ്രോ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നെറ്റ്വർക്കിംഗ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോഡിയുള്ള, നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ബോഡിയുള്ള ഒരാളെ നിങ്ങൾക്ക് അറിയാം. സ്വന്തം അച്ഛന്റെ അമ്മയുടെ പണമല്ല, സ്വന്തം പൈസ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയാം? ജെനുവിൻ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഫ്രണ്ട് ഗ്രൂപ്പിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അതോ സിനിമയ്ക്ക് പോകുമ്പം വരുന്ന ഒരു ഫ്രണ്ടും രാത്രി 12 മണി വരെ വല്ലോന്റെ ലൈവ് കണ്ടോണ്ടിരിക്കുന്നതും ആനിമേ സീരീസ് അയ്യോ എന്തു പറ്റി, കാങ്കിക്ക് എന്തോ പറ്റി, ഇങ്ങനെയൊക്കെ കണ്ടോണ്ടിരിക്കുന്നവന്മാരും ആണോ നിങ്ങൾക്കുള്ളത്? ജെന്യുവിൻ ക്വസ്റ്റ്യൻ. സോ ബ്രോ, നിങ്ങളുടെ നെറ്റ്വർക്ക് നിങ്ങൾ ബിൽഡ് ചെയ്തെടുത്തില്ലെങ്കിൽ, നെറ്റ്വർക്കിന്റെ ഇമ്പോർട്ടന്റ് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ, ഇറ്റ്സ് ഗോയിങ് ടു ഗെറ്റിംഗ് ഹാർഡ്. നിങ്ങളുടെ ലൈഫ് ഹാർഡ് ആയിരിക്കും. നിങ്ങളുടെ ലൈഫ് ഇപ്പോഴുള്ള ലൈഫിന്റെ 10x ഹാർഡ് ആയിരിക്കും നിങ്ങളൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തെടുത്തില്ലെങ്കിൽ. കാരണം ഞാൻ ഇനി പോകാൻ പോകുന്നത്, ഈ മാസം തന്നെ ഞാൻ പോകാൻ പോകുന്നത് ആ ഒരു കാര്യത്തിലേക്കായിരിക്കും. നെറ്റ്വർക്കിംഗ്. എങ്ങനെ എനിക്ക് എൻ്റെ നെറ്റ്വർക്കിംഗ് ബിൽഡ് ചെയ്യാൻ പറ്റും, നെറ്റ്വർക്ക് വെച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം എനിക്ക് സ്പീഡപ്പ് ചെയ്യാൻ പറ്റും. കാരണം ഞാനൊരു ഗ്രൂപ്പായിട്ട് ഇനി താമസിക്കാൻ പോവുകയാണ്, എൻ്റെ കൂടെ കുറച്ച് ഫ്രണ്ട്സ് കാണും. സോ അവരുടെ കൂടെ ഒരുമിച്ച് എനിക്ക് സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഐ എം റിയലി ഫോക്കസിങ് ഓൺ ദാറ്റ്. ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതിനകത്താണ്. എന്റെ ലൈഫ് തന്നെ ചേഞ്ച് ആകാൻ പോകുന്ന ഒരു ഡിസിഷൻ ആയിരിക്കും അത്. ഐ നോ ഇറ്റ്. അതുകൊണ്ട് ബ്രോ ഞാൻ നിങ്ങളോട് പറയുന്നു,
ബിൽഡ് എ നെറ്റ്വർക്ക് ആൻഡ് ബി ദ പാർട്ട് ഓഫ് ഇസഡ് ഗ്രൂപ്പ്. നമ്മുടെ ഇസഡ് ഗ്രൂപ്പ് വളരുക തന്നെ ചെയ്യും. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഓക്കെ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. സോ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ 6 പോയിന്റ്സ് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ 6 പോയിന്റ്സിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്തിരിക്കണം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ 6 പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് ഇതിന്റെ പവർ മനസ്സിലാവാത്തതുകൊണ്ടാണ്. ബ്രോ, ഈ 6 ഹാബിറ്റ് നിങ്ങൾ ഇപ്പോൾ ചെയ്യുകയാണെങ്കിൽ, ചിലത് ചെയ്യേണ്ടതും ചിലത് ചെയ്യേണ്ടാത്ത കാര്യങ്ങളുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ഹാബിറ്റ് ആണെന്ന് മനസ്സിലാക്കി ഈ കാര്യങ്ങൾ നമ്മളെ നശിപ്പിക്കുന്നു. ഈ ടൈം കില്ലിങ്, ഈ ഓവർ ഈറ്റിംഗ്, അതുപോലെ തന്നെ നിങ്ങളുടെ ബോഡിയിലും ലുക്കിലും ഒന്നും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ നിങ്ങൾ പ്രൊക്കാസിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു രൂപ പോലും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നില്ല, ഒരു നെറ്റ്വർക്കിംഗ് ഇല്ല, ആരും അറിയത്തില്ല, ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള റൂമിൽ തന്നെ ഇരിക്കുന്നു. യു യു എന്താണ് ചെയ്യുന്നത്? എന്താണ് ഇതിന്റെ കുഴപ്പം? സോ ഞാൻ നിങ്ങളോട് 3 കാര്യങ്ങളാണ് ഇപ്പൊ ഫോക്കസ് ചെയ്യാൻ പറയുന്നത്. ഒന്ന്, നിങ്ങളുടെ ആളുടെയൊക്കെ കണ്ടന്റ് നിങ്ങൾ റിസീവ് ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതിനോട് ഫുഡ് കഴിക്കുന്നതാണോ ഇപ്പോഴും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അത് നിങ്ങൾ കട്ട് ചെയ്യോ. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ഫ്രണ്ട് ഗ്രൂപ്പ് എങ്ങനെയുള്ള ഒരാളാണ്. നെറ്റ്വർക്കിംഗ്, ദാറ്റ് ഈസ് നെറ്റ്വർക്കിംഗ്. വേണ്ടാത്ത എപ്പോഴും നിങ്ങളെ ലൈവ് ചെയ്യിപ്പിക്കാനും അല്ല കഞ്ചാവ് അടിപ്പിക്കാനും വെള്ളം നിങ്ങൾക്ക് വാങ്ങിച്ചു തരാനും മൂവിക്ക് പോകാനും വിളിക്കുന്ന ഫ്രണ്ട് ആണെങ്കിൽ കട്ട് ഹിം ഓഫ്, ഫക്ക് ഓഫ് എന്ന് പറയണം. കാരണം നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള ഗട്ട് ഇല്ലെങ്കിൽ യു വിൽ ബി ആസ് എ റാറ്റ്. സോ ആ ലൈഫായിരിക്കും നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നത്. ഓർ യു ക്യാൻ ബി എ ഈഗിൾ ലൈഫ്. നിങ്ങൾക്ക് ഒരു ഈഗിൾ ലൈഫും ബിൽഡ് ചെയ്തെടുക്കാം. ഈ 6 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിച്ചിട്ട് ഇതിന്റെ അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറഞ്ഞു, അതും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻറ്റ്. സോ അപ്പോൾ നിങ്ങൾ ഈ ട്രാൻസ്ഫോർമേഷനിനകത്താണെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ സെൽഫ് ഇംപ്രൂവ്മെന്റ് റിയലി ഹാർഡായിട്ട് ഹാപ്പിനെസ്സോടെ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ, ജേർണലിംഗ് ചെയ്യുമ്പോൾ, വർക്കൗട്ട് ചെയ്യുമ്പോൾ, ഹാബിറ്റ് ട്രാക്കറിൽ ഓരോ ടിക്ക് എടുത്തപ്പോഴും നിങ്ങൾക്ക് അതിനകത്ത് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ യു ആർ ഇൻ എ കറക്റ്റ് പാത്ത്. നിങ്ങൾ ഇതുവരെയും ട്രാൻസ്ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ടൈം ഓരോ ദിവസം കഴിയുമ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുമ്പോഴും നിങ്ങളുടെ കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇനിയും പോയി ഏതെങ്കിലും യൂട്യൂബറിന്റെ ലൈവ് കാണുന്നത് നിർത്തിയിട്ട് സിറ്റ് ഇൻ എ ഡാർക്ക് റൂം, ഒരു ഇരുട്ട് റൂമിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ബ്രെയിനിൽ നിന്ന് വരുന്ന തോട്ട് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ലൈഫിന്റെ കൺട്രോൾ നിങ്ങൾ ഏറ്റെടുക്കുക. അതർവൈസ് യു വിൽ ബി ബോൺ ആസ് എ റാറ്റ്, live as a rat, die as a rat. You will never walk alone because we are the set group. This is not the end. This is the beginning. Love you, brother.